നമുക്കിന്ന് 1ാം ക്ലാസ്സിലെ ഒരു ഗേൽഗീതി ചൊല്ലിയാലോ. ഗേൽഗീതിന്റെ പേരാണ് മുർഗാ ബോല കുക്കുഡുക്കു. ഇക്കായിദോ ജീവ് ജഗത്, ജീവികളും അവരുടെ ലോകവും. മുർഗാ ബോല കുക്കുഡുക്കു കുക്കുഡുക്കു, ചൽ മേരെ ഭയ്യ रुकता क्यों, कुत्ता भौंके बौ 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 बौ, की गाड़ी पौ 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 पौ, बकरी आई बिल्ली आई, मैं आई, म्याऊ म्याऊ आई, देखी गाड़ी दौ दौ दौ, चलती गाड़ी പൗ 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 പൗ. നമുക്ക് ഇനി 1ാം ക്ലാസ്സിലെ ഒരു കവിത നോക്കിയാലോ. കവിതയുടെ പേരാണ് എന്താ? മുർഗാ ബോല കുക്കുഡൂക്കു കുക്കുഡൂക്കു. മുർഗ ഏത് കോഴിയാണ്? പൂവൻകോഴി. മുർഗി പിടക്കോഴിയാണല്ലേ. പൂവൻകോഴി രാവിലെ കൂവുന്നത് കേട്ടിട്ടില്ലേ? നമ്മളെ ഉണർത്താനായിട്ടല്ലേ പൂവൻകോഴി കൂവൂല്ലേ. ഒരു ഗേൽഗീതാണ് ഇത് അല്ലേ. ഇക്കായിദോ ജീവ് ജഗത്, ജീവികളും. കണ്ടോ, ഇതിൽ ഒരുപാട് ജീവികളെ കാണുന്നുണ്ട് അല്ലേ. അവരുടെ ലോകത്തെ കുറിച്ചിട്ടാണ് ഈ കവിതയിൽ പറയുന്നത്. ആ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം ഒരുപാട് ജീവികൾ. എവിടെയാണ് കാണുന്നത്? ട്രെയിനിൽ പോകുന്നതാണ് കാണുന്നത് അല്ലേ. അതാണ് ഈ കവിതയിൽ പറയുന്നത്. ആദ്യത്തെ വരിയിൽ നോക്കൂ, എന്താ പറയുന്നത്? മുർഗാ ബോല കുക്കുഡൂക്കു കുക്കുഡൂക്കു കുക്കുഡൂക്കു. മുർഗ എന്താണ് പറയുന്നത്? രാവിലെ കൂവുന്നത് കേട്ടില്ലേ? കോഴീനെ കൂവുക, കൊക്കരക്കോ കൊക്കരക്കോ എന്ന് പറഞ്ഞിട്ട് കൂവൂ അല്ലേ. അതാണ് ഇവിടെ പറയുന്നത് കുക്കുഡൂക്കു കുക്കുഡൂക്കു എന്ന് പറയുന്നത്. ചൽമേരെ ഭയ്യ രുക്താക്യോം രുക്താക്യോം, എൻ്റെ സഹോദരൻ. ചലനാച്ച് എന്താ? നടക്കുക അല്ലേ. ആ പോകുന്ന സഹോദരൻ അവിടെ നിൽക്കുകയാണ്. രുക്താന്ന് വെച്ചാൽ എന്താ? നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. 3 കുട്ടികളെ കാണാണ്ട് അല്ലേ. സഹോദരൻ പോവുകയായിരുന്നു. അപ്പൊ ആ സഹോദരനോട് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോയതെന്ന് ചോദിക്കുകയാണ്. അടുത്ത വരിയിൽ എന്താ പറയുന്നത്? കുത്ത ബൗങ്കെ ബൗം 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 ബൗം. കുത്ത എങ്ങനെയാണ് കുരയ്ക്കുന്നത്? ബൗങ്കിനാച്ച് എന്താ? കുരയ്ക്കാണ് അല്ലേ. നായ കുരയ്ക്കുന്നത് കേട്ടിട്ടില്ലേ? കുത്തിയ ആരാണ്? പട്ടിയാണ്. നായ കുരയ്ക്കുകയാണ്. നായ എങ്ങനെ കുരയ്ക്കുന്നത്? ബൗ 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 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേൾക്കാം അല്ലേ. കേട്ടിട്ടില്ലേ പട്ടിയുടെ കുര? അഡ്കി ഗാഡി പൗം പൗം പൗം. അഡ്കി എന്താണ്? ഗാഡി എന്താണ്? വണ്ടിയാണ് അല്ലേ. വണ്ടി അവിടെ നിന്ന് പോയി അല്ലേ. ചിലപ്പോൾ ഇവരെ കയറ്റാനായിട്ടാണോ എന്ന് അറിയില്ല. വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി നിന്ന് പോയി എന്ന് പറയാണ്. ഇവിടെ ഈ പിക്ചറിൽ നമ്മൾ കാണുന്നത് എന്താണ്? വണ്ടിയിലെ മൃഗങ്ങളൊക്കെ കയറി നിൽക്കുന്നുണ്ട് അല്ലേ. അഡ്കി ഗാഡി പോം 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 പോം. നിന്ന് പോയിട്ടുള്ള ആ വണ്ടി എന്തോ തടസ്സം വന്നിട്ട് അവിടെ നിന്നു. ചിലപ്പോൾ ഇവരെ കയറ്റാനായിട്ട് നിന്നത് പോയി ഇതായിരിക്കും അല്ലേ. ആ നിന്ന് പോയിട്ടുള്ള ആ വണ്ടിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. പൗ പൗ എന്നുള്ള സൗണ്ടാണ് വണ്ടി നിന്നപ്പോൾ ഉണ്ടായത് അല്ലേ. അടുത്തതായിട്ട് എന്താ പറയുന്നത്? ബക്രിയായി ബില്ലിയായി ഭേ അല്ലെ. ആ ബക്രിയുടെ കരച്ചിൽ എങ്ങനെയാണ്? ഭേ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ. ഇവിടെ മേം എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. മേമായി മെഹേമായി മ്യാവ് മ്യാവ് ആയി അല്ലെ. പൂച്ചയുടെ കരച്ചിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ബില്ലി ആരാണ്? പൂച്ചയാണ്. ബക്രി ആരാണ്? ആടാണ് അല്ലെ. പൂച്ച എങ്ങനെ കരയുന്നത്? മ്യാവ് മ്യാവ് എന്ന് പറഞ്ഞിട്ട് കേൾക്കാം അല്ലെ കരച്ചില്. പക്ഷെ ആടിന്റെ കരച്ചിൽ എങ്ങനെയാണ്? എന്ന് പറഞ്ഞിട്ടാണ് കരയുക അല്ലേ. അപ്പൊ അതിന് നമുക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാണ്ട്. പൂച്ചേനെ കാണാണ്ട്. പൂച്ച ഏറ്റവും അവസാനമാണല്ലേ വണ്ടിയിൽ കയറിയിരിക്കണേ. അതിന്റെ മുൻപിലായിട്ട് ആടിനെ കാണാണ്ട്. അതിന്റെ തൊട്ട് മുൻപിലായിട്ട് ആരുണ്ട്? പട്ടിയുണ്ട്. അതിന്റെ ഏറ്റവും ഫസ്റ്റിലായിട്ട് ആരെയും കണ്ടത്? കുറെ കോഴികളെ കാണാണ്ട് അല്ലേ. ആ പിക്ചറിൽ നോക്കിയാൽ എന്താണ്? പിടക്കോഴിയും പൂവൻകോഴിയും ഒക്കെ കാണാനുണ്ട് അല്ലെ. ആ പട്ടിയുടെ കുട്ടികളായിരിക്കും അല്ലെ 2 വേറെ കാണാണ്ട്. ആടിനെ കാണാണ്ട്. പൂച്ചയുടെ കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലേ. ഫസ്റ്റ് കോഴി കയറി, സെക്കൻഡ് പട്ടി കയറി, തേർഡ് ആട് കയറി, ഫോർത്ത് ലാസ്റ്റ് പോയി നിക്കണേ പൂച്ചയാണ്. പട്ടിയുടെ കുറെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഭൗ ഭൗ എന്ന് പറഞ്ഞു അല്ലേ. അതില് മുന്നേ മുർഗയുടെ പറഞ്ഞു. മുർഗയുടെ ആണ് ഏറ്റവും ഫസ്റ്റ് പറഞ്ഞത് അല്ലേ. മുർഗ എങ്ങനെ കരയുക? കോഴി കൊക്കരക്കോ എന്ന് പറഞ്ഞിട്ട് കൂവി. പട്ടി കുരച്ചു. പിന്നെ ആരാണ്? ആടിന്റെ പറഞ്ഞു അല്ലെ. ആടിന്റെ ഭേ എന്ന് പറഞ്ഞു. പിന്നെ ആരാണ്? പൂച്ചയുടെയും പറഞ്ഞു അല്ലെ. അടുത്ത വരിയിൽ എന്താ കാണുന്നത്? ദക്കി ഗാഡി ദം 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 ചൽദി ഗാഡി പോം പോം പോം. ദക്കി എന്താണ്? ദക്കി മീനിങ് എന്താ പറയുന്നത്? ഗാഡി എന്ന് വെച്ചാൽ വണ്ടി എന്ന് പറഞ്ഞു അല്ലെ. ആ വണ്ടി
അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നു എന്ന് പറഞ്ഞു അല്ലേ, എന്തുകൊണ്ടാണ് നിന്നതെന്ന് അറിയില്ല, തടസ്സമായിട്ട് അവിടെ നിന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, എന്തോ അവിടെ വല്ല ചിലപ്പോൾ എന്തെങ്കിലും തടസ്സം നേരിട്ട് നിന്ന് പോയത് പറഞ്ഞു, അടുക്കി പറഞ്ഞില്ലേ. ഇനി എന്താ വേണ്ടത്, ആ വണ്ടി പോകണമെങ്കിൽ നമ്മൾ എന്ത് വേണം, തള്ളി കൊടുക്കണം അല്ലേ. വെക്കി എന്നുള്ളതിനെ കൂട്ടിമുട്ടുക എന്നുള്ള അർത്ഥമുണ്ട്, തള്ളുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. അപ്പം ഇനി ഇപ്പോൾ അവിടെ തള്ളി കൊടുക്കുമോ വണ്ടി പോവാനായിട്ടേ, സ്റ്റാർട്ട് ചെയ്യണ്ടേ, നിന്ന് പോയില്ലേ. അപ്പോൾ വണ്ടി തള്ളി കൊടുത്തു. തള്ളി കൊടുക്കുന്ന സൗണ്ടാണ് എന്താണ്, ധൗ 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 എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കേട്ടോ. ചൽദി ഗാഡി പോവ് പോവ് പോവ്, അങ്ങനെ എന്തുണ്ടായി, അവസാനം ആ വണ്ടി പോവുകയാണ്. ചലനാഴ്ച എന്താ ഇവിടെ നടക്കുന്നതാണോ, അല്ല, വണ്ടി പോകുന്നുണ്ട് അല്ലേ. അങ്ങനെ വണ്ടി പോവാണ്. എങ്ങനെ വണ്ടി പോകുന്ന സൗണ്ട്, ഭൗ 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 എന്ന് പറഞ്ഞത്. നല്ലൊരു കവിതയല്ലേ. ആ കവിതയിൽ നോക്ക് എന്തൊക്കെയോ കൊടുത്തിരിക്കുന്നത്, ശിക്ഷൺ സംഗീത് എന്തായാലും പറയുന്നത്, ശിക്ഷൺ സംഗീത്. ശിക്ഷൺ സംഗീതത്തിൽ എന്തൊക്കെയാ പറയുന്നത്, അന്യ ജാനുവരോക്ക് ആവാസ് ബതാക്കർ ഇസ് ഗേൽ ഗീത് കോ ആകെ ബഡായി. മറ്റുള്ള ജീവികളുടെ ശബ്ദം, ആവാസ എന്താ, ശബ്ദങ്ങളാണല്ലേ, ശബ്ദങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഗേൽ ഗീതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറയാണ്. ഇനി നമുക്ക് ഒരുപാട് മൃഗങ്ങളിൽ പക്ഷികളിലേക്ക് ശബ്ദങ്ങൾ അറിയാം അല്ലേ. ബച്ചോं को गेल के मैदान में एक दूसरे के पीछे रेलगाड़ी बनाकर आगे बढ़ते हुए गेल गीत करवाई. കുട്ടികളെ എന്ത് ചെയ്യണം, കളിക്കുന്ന മൈതാനത്തിൽ അല്ലെ, ഖേൽ എന്താണ്, കളിയാണ് അല്ലെ, കളിക്കുന്ന മൈതാനത്തിൽ കൊണ്ടുപോയിട്ട് പരസ്പരം എന്താണ്, കുട്ടികൾ തീവണ്ടിയായിട്ട് കളിക്കൂ അല്ലേ. എക് ദൂസരേക്ക് പീച്ചെ റെയിൽ ഗാഡി ബനാക്കർ, പരസ്പരം പിടിച്ചുകൊണ്ട് ആ തീവണ്ടിയായിട്ട് കളിക്കും. അങ്ങനെ അങ്ങനെ മുന്നോട്ട് നീങ്ങാനായിട്ട് പറയാണ്, ആ തീവണ്ടി പോലെ ഓടിപ്പിക്കാൻ പറയാണ്. എന്നിട്ട് എന്താണ് ഈ ഗേൽഗീതൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറയാണ്. നമുക്ക് ഏതൊക്കെ മൃഗങ്ങളുടെ സൗണ്ട് അറിയാം, പശുവിന്റെ സൗണ്ട് ഇതുപോലെ തന്നെയാണ് അല്ലേ, ഭേ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അല്ലേ, ഭേ എന്ന് പറഞ്ഞിട്ട് കരയൂ അല്ലേ. പിന്നെ ഏത് മൃഗത്തിന്റെ നമ്മൾ സാധാരണ കേൾക്കാറ്, പക്ഷിയുടെ സൗണ്ടുകൾ ഒരുപാട് കേൾക്കാറുണ്ടല്ലേ നമ്മുടെ ചുറ്റിലായിട്ട്. കാക്കയുടെ സൗണ്ട് കേട്ടില്ലേ, കാക്കയുടെ സൗണ്ട് എങ്ങനെയാണ്, കാ 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 എന്ന് പറഞ്ഞിട്ട് കേൾക്കാം അല്ലെ. പിന്നെ കുയിലിന്റെ സൗണ്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് എല്ലാ സമയത്തും അല്ലെ. കുയിലിന്റെ സൗണ്ട് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ സൗണ്ടുകൾ നമുക്കറിയാം. അങ്ങനെ നല്ല ഒരു കവിതയാണല്ലോ ഇത്.